നമസ്കാരം. ഇത് വി വേണുഗോപാൽ. ഏഷ്യ പോസ്റ്റിൻ്റെ വാർത്തയ്ക്കപ്പുറം വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം. വാർത്താ സമ്പന്നമാണ് ഇന്നത്തെയും ദിവസം. അപ്പോഴും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടാക്കിയ പുകിലുകളാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പൊതുസമൂഹത്തിൽ. മുല്ലപ്പള്ളി സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പേരിൽ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ അഭിസാരികയെ കൊണ്ടുവന്ന് കഥ പറയിച്ച് രക്ഷപ്പെടാമെന്നത് മുഖ്യമന്ത്രിയുടെ വൃഥാശ്രമമാണെന്നും സംസ്ഥാനം മുഴുവൻ തന്നെ ബലാത്സംഗം ചെയ്തെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പറയിക്കാനാണ് ശ്രമമെന്നുമെല്ലാം കത്തിക്കയറി സ്വന്തം അണികളിൽ ആവേശം കയറ്റാനുള്ള മുല്ലപ്പള്ളിയുടെ പ്രസംഗമാണ് വിനയും വിവാദവും ആയത്. വിവിധ വനിതാ സംഘടനകളടക്കം രംഗത്തെത്തിയതോടെ അത്ര തൃപ്തികരമല്ലാത്ത ഒരു ഖേദപ്രകടനം മുല്ലപ്പള്ളി നടത്തിയെങ്കിലും വനിതാ കമ്മീഷൻ ഇതിൻ്റെ പേരിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറെ കോവിഡ് റാണി, നിപ്പ രാജകുമാരി, റോക്ക് ഡാൻസർ എന്നെല്ലാം വിശേഷിപ്പിച്ച് മുല്ലപ്പള്ളി പുലിവാലി പിടിച്ചത് മറക്കാറായിട്ടില്ല. ഇപ്പോൾ മറ്റൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അന്ന് നായനാരാണ് മുഖ്യമന്ത്രി. നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ പെരുകുന്നു എന്നൊരാക്ഷേപം. അതിനെ നായനാർ നേരിട്ടത്, എടോ അമേരിക്കയിലൊക്കെ ചായ കുടിക്കുന്നത് പോലെയല്ലേ ഇതൊക്കെ നടക്കുന്നത് എന്ന സ്വതസിദ്ധമായ നർമ്മ മട്ടിലായിരുന്നു. അന്ന് അതുണ്ടാക്കിയ പുകിലുകൾ ചില്ലറയൊന്നുമല്ല. പക്ഷേ ഈ നായനാരെ കൊണ്ട് തോറ്റു എന്നിങ്ങനെ കുരുത്തക്കേട് കാണിക്കുന്നൊരു കുട്ടിയോടെന്ന പോലെ ശാസനാഭാവത്തിൽ ആ വിവാദം അവസാനിപ്പിച്ചതായാണ് ഓർമ്മ, അല്ലെങ്കിൽ അവസാനിച്ചതായാണ്, കെട്ടടങ്ങിയതായാണ് ഓർമ്മ. ഇനി നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. മനോരമ, മാതൃഭൂമിയും കേരളകൗമുദി, പല മലയാള പത്രങ്ങളും ഇന്ന് ശിവശങ്കറിനെതിരായി കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്ന മറ്റുള്ള റിപ്പോർട്ടാണ് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത്. ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പാക്കിയ പല പദ്ധതികളും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിവാദം ഉയർത്തുകയാണ് എന്നാണ് പത്രവാർത്തകൾ നൽകുന്ന സൂചന. ശിവശങ്കറിന് കൂടുതൽ കുരുക്ക്, ED നിഴലിൽ 4 വൻ പദ്ധതിയെന്ന് മനോരമയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. പദ്ധതികൾ ശിവശങ്കർ മേൽനോട്ടം വഹിച്ച K4, സ്മാർട്ട് സിറ്റി, ടോറസ് ഡൗൺ ടൗൺ, മൊബിലിറ്റി എന്നിവ. കള്ളപ്പണ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധന എന്നിങ്ങനെ തിരുവനന്തപുരത്തും കൊച്ചിയിൽ നിന്നുമായി ലേഖകർ നൽകിയ റിപ്പോർട്ട് സമന്വയിപ്പിച്ചിട്ടുള്ള മുഖ്യ വാർത്ത. അതിൽ പറയുന്നത് തുടക്കം ഇങ്ങനെയാണ്: ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ മേൽനോട്ടം വഹിച്ച ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് പുറമെ മറ്റ് 4 വൻകിട പദ്ധതികളിലേക്ക് കൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നീളുന്നു. പദ്ധതികളുടെ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ട് IT സെക്രട്ടറിക്ക് ED അസിസ്റ്റന്റ് ഡയറക്ടർ P രാധാകൃഷ്ണൻ കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ പദ്ധതികളുടെ മറവിൽ കള്ളപ്പണ ഇടപാടുകളോ റിയൽ എസ്റ്റേറ്റ് കമ്മീഷൻ കച്ചവടമോ നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് എന്നിങ്ങനെ തുടരുന്നു മുഖ്യ വാർത്ത. ആ 4 പദ്ധതികളും അക്കമിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് മനോരമ ഇന്ന്. മറ്റൊന്ന്, NIA കണ്ടെത്തൽ, സ്വർണം കൊണ്ടുപോയത് ഹൈദരാബാദിലേക്ക് എന്നൊരു വ്യത്യസ്തമായ റിപ്പോർട്ട് മനോരമ ഇന്ന് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. സ്വർണം കൈപ്പറ്റിയിരുന്നത് ഹൈദരാബാദ് സ്വദേശിയായ രതീഷാണ്. രതീഷിനെ ഈ കേസ് ഉത്ഭവിച്ചു, അല്ലെങ്കിൽ വിവാദം, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയതോടുകൂടി രതീഷിനെ സൗദിയിലേക്ക് കടത്തിയെന്നും കണ്ടെത്തലെന്നാണ് മനോരമയുടെ റിപ്പോർട്ട്. കൊച്ചിയിൽ നിന്ന് ജിജോ ജോൺ പുത്തേഴത്ത് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ആദ്യ 10 തവണ നയതന്ത്ര പാഴ്സലിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ ഭൂരിഭാഗവും കൊണ്ടുപോയത് ഹൈദരാബാദ് സ്വദേശിയായ രതീഷാണെന്നാണ് NIA കണ്ടെത്തൽ. മാവോയിസ്റ്റ് സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള ഇയാളെ രാജു എന്ന പേരിലാണ് റമീസും ജലാലും അടക്കമുള്ള പ്രതികൾക്ക് അറിയാവുന്നത് എന്നാണ് മനോരമ ലേഖകൻ പറയുന്നത്. രാജുവിനെ കേസിൽ 29-ാം പ്രതി ആക്കിയിട്ടുണ്ട് എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഇന്നലെ ബംഗളൂരുവിൽ EDയുടെ ചോദ്യം ചെയ്യലിൻ്റെ ബിനീഷ് കോടിയേരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെല്ലാം ദൃശ്യമാധ്യമങ്ങൾ വിശദമായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ദേഹാസ്വാസ്ഥ്യം, ബിനീഷിന് ആശുപത്രിയിൽ പരിശോധന എന്നിങ്ങനെ ബംഗളൂരുവിൽ നിന്ന് RS സന്തോഷ് കുമാറിൻ്റെ റിപ്പോർട്ടാണ് മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. ചിത്രവും ഉണ്ട്. ഇനിയൊന്ന്, നമ്മൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന വിധത്തിൽ നമ്മുടെ പ്രിയ എഴുത്തുകാരനായ സക്കറിയയ്ക്ക് ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ആ സന്തോഷ വർത്തമാനമാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇത്. ചെറുകഥ, നോവൽ, പൊതുവിഷയങ്ങളിലെ മറ്റു രചനകൾ, യാത്രാവിവരണങ്ങൾ, ഇതിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന സക്കറിയയുടെ സർഗ സംഭാവനകൾ.
നവീനവും ഇരുണ്ട ഹാസ്യത്തോട് അടുപ്പമുള്ളതുമായ ആഖ്യാന ശൈലിയാണ് സക്കറിയയുടേത് എന്നിങ്ങനെ തുടരുന്നു. ആ വാർത്ത മനോരമയാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു പത്രങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഭംഗിയായി ദൃശ്യഭംഗിയോടെ ഈ സക്കറിയയ്ക്കുള്ള പുരസ്കാര ലബ്ധി അവതരിപ്പിച്ചിരിക്കുന്നത് മനോരമയാണ്. ഇനി നമുക്ക് മനോരമയുടെ പേജുകളിലേക്ക് പോയാൽ നമുക്ക് കാണാവുന്നത് അമേരിക്കൻ തിരഞ്ഞെടുപ്പ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്, 3-ാം തീയതി. അതിൻ്റെ വിശേഷങ്ങൾ എല്ലാ പത്രങ്ങളും ഇന്ന് നൽകിയിട്ടുണ്ട്. അതും മനോരമ പേജിൽ നൽകിയിട്ടുണ്ട്. നിയമോപദേശം തേടി KSRTC 1700 താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നുവെന്ന 1700 പേർക്കും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്കുമെല്ലാം ആശ്വാസകരമായ റിപ്പോർട്ടും മനോരമയുടെ ഉൾപേജിൽ ഉണ്ട്. ഇനി നമുക്ക് മാതൃഭൂമിയിലേക്ക് കടന്നാൽ, മാതൃഭൂമിയിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പാക്കിയ മറ്റ് പദ്ധതികൾ വിവാദത്തിലായത് തന്നെയാണ് മാതൃഭൂമിയുടെ മുഖ്യ വാർത്തയ്ക്ക് വിഷയം. K-ഫോണിലും കണ്ണ്, രേഖകൾ GST ഇൻ്റലിജൻസിൻ്റെ കയ്യിലെന്നാണ് മാതൃഭൂമി. K-ഫോൺ ആ ഒരു പദ്ധതിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത ഇന്ന്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഇൻ്റർനെറ്റ് സേവന രംഗത്തേക്കുള്ള കേരള സർക്കാർ കമ്പനിയായ K-ഫോണും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ. കമ്പനിയുടെ രേഖകൾ കേന്ദ്ര GST ഇൻ്റലിജൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് വൈദ്യുത വകുപ്പ് കൈമാറി എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത. 2012 മുതൽ KSEB ചെയർമാനായിരുന്ന ശിവശങ്കർ 2016 IT സെക്രട്ടറി ആയത്. ഇതിനുശേഷമാണ് K-ഫോൺ എന്ന കമ്പനിയെക്കുറിച്ച് ആലോചന നടന്നത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളോടെയുള്ള മുഖ്യവാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. യൂണിടാക് കരാറുമായി ബന്ധപ്പെട്ട ഐഫോൺ വിവാദം. ഐഫോണുകൾ 6 അല്ല 7 എണ്ണമുണ്ട് എന്നൊരു റിപ്പോർട്ടും മാതൃഭൂമി ഇന്ന് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു ഫോൺ ഉപയോഗിക്കുന്നത് സന്തോഷ് ഈപ്പൻ തന്നെയാണ്. 7-ൽ 6 ഫോണിൻ്റെയും ഉപയോക്താക്കളെ ED കണ്ടെത്തി. ശേഷിക്കുന്ന ഒരു ഫോണിൽ BSNL നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് ജിത്തു എന്നു പേരുള്ള ആളാണെന്നാണ് സൂചന. ശേഷിക്കുന്ന ഒരു ഫോണിൻ്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം തിങ്കളാഴ്ചയോടെ, അതായത് ഇന്നത്തോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ് മാതൃഭൂമിയുടെ കൊച്ചി ലേഖകൻ പറയുന്നത്. US തെരഞ്ഞെടുപ്പ് നാളെ എന്നതാണ് മറ്റൊരു 1-ാം പേജ് വാർത്ത. സക്കറിയയ്ക്ക് പുരസ്കാര ലബ്ധി. മാതൃഭൂമിയിൽ നിന്ന് മുഖപ്രസംഗം കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഭാഷാ അഭിമാനം ഉയരണം ഭാഷാഭിമാനം എന്നതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. കേരളപ്പിറവിയെ തുടർന്ന് ആദ്യമായി അധികാരമേറ്റ EMS മന്ത്രിസഭയുടെ നയപ്രഖ്യാപനത്തിൽ ഊന്നിപ്പറഞ്ഞതാണ് ഔദ്യോഗിക ഭാഷ മലയാളം ആക്കുമെന്ന്. അടുത്ത കാലത്തായി അല്പം പുരോഗതിയുണ്ടെങ്കിലും ഇനിയും നമ്മൾ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു മാതൃഭൂമി ഇന്ന് മുഖപ്രസംഗത്തിലൂടെ. മാതൃഭൂമിയുടെ പ്രധാന വാർത്താ പേജിൽ ഇന്ന് മലയാളം മാറ്റം എന്ന വളരെ വ്യത്യസ്തമായ ഒരു ഉള്ളടക്കമാണ് ഉള്ളത്. അതായത് ഹാസ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കിങ്ങോട്ട്, അതായത് കുഞ്ചൻ നമ്പ്യാർ, സഞ്ജയൻ മുതൽ ഇങ്ങോട്ട് വളരെ സമ്പന്നമായ ഒരു പാരമ്പര്യത്തിനുടമകളാണ് നമ്മൾ മലയാളികൾ. ഈ കഴിഞ്ഞ, അതായത് 2000 ആണ്ട് മുതൽ 2020 വരെ ഉള്ള ഈ രംഗത്തുള്ള മാറ്റങ്ങളാണ് മാതൃഭൂമി വളരെ ആകർഷകമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഉൾപേജിൽ. തുഞ്ചനിൽ വിടർന്ന മലയാളിയുടെ ഹാസ്യാവിഷ്കാരം കാലത്തിൽ പരിണമിച്ച് ചിരിച്ചു മുന്നേറി പോയ 20 ആണ്ടിൽ മിമിക്രിയും കടന്ന് ട്രോൾ മഴയിൽ ചിരി നുണയുകയാണ് മലയാളി എന്നിങ്ങനെ തുടരുന്നു. അതിൽ നമുക്ക് സത്യൻ അന്തിക്കാടിൻ്റെയും അതുപോലെ തന്നെ നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ജയരാജ് വാര്യർ, കോട്ടയം നസീർ തുടങ്ങി ഇന്നിപ്പോൾ നമ്മുടെ ആ ഒരു രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭകളുടെ വളരെ രസകരമായ കുറിപ്പുകളും ഗോപികൃഷ്ണൻ്റെ വളരെ ആകർഷകവും ശ്രദ്ധേയവുമായ രസികൻ വരകളും ഉൾപ്പെടുന്നതാണ് ഈ പേജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരള കൗമുദിയുടെ മുഖ്യ വാർത്ത തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവശങ്കർ ഇടപെട്ട 4 പദ്ധതികൾ തന്നെയാണ് പിന്നെ കേരള കൗമുദിയുടെയും വിഷയം. ED സർക്കാരിലേക്ക് എന്ന പൊതുശീർഷകത്തിൽ 4 വമ്പൻ പദ്ധതികളുടെ വിവരം തേടിയെന്ന് കേരള കൗമുദി. ഇതിൽ ഒരു അധിക മികവായി കേരള കൗമുദി അവതരിപ്പിച്ചിരിക്കുന്നത് കേരള കൗമുദി റിപ്പോർട്ട് ശരിവച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണത്തിന് തുടക്കമിടുന്നത് എന്നാണ് തിരുവനന്തപുരത്ത് MH വിഷ്ണുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് കാരണം പറയുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോഴ ഇടപാട് സംബന്ധിച്ച് കേരള കൗമുദി ഒക്ടോബർ 27-നും ജൂലൈ 24-നും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു 1-ാം പേജിൻ്റെ ഒരു ഷോട്ടും കൂടി അതിൻ്റെ കൂടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേരള കൗമുദി മുഖ്യ വാർത്തയുടെ കൂടെ. ഇനിയൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. ട്രംപോ ബൈഡനോ ഇലക്ഷൻ നാളെ. ട്രംപിന് കോവിഡ് മഹാമാരിയെ നേരിട്ടതുൾപ്പെടെയുള്ള ഒരുപാട് വെല്ലുവിളികളുണ്ട്. അമേരിക്കയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2-ാം ഊഴത്തിൽ ഈ നിലവിലുള്ള പ്രസിഡന്റ് തന്നെ ജയിച്ചു കയറിയ പാരമ്പര്യമാണ് ഉള്ളത്. എന്നാൽ ട്രംപിനെ ബൈഡൻ ഇക്കുറി അട്ടിമറിക്കുമോ എന്നതാണ്
ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയം എന്നതാണ് പിന്നെ വാർത്തയിൽ ക്ഷമിക്കണം, കേരള കൗമുദി ഇന്ന് വാർത്തയിൽ എടുത്ത് പറയുന്നുണ്ട്. ഇനിയൊന്ന് വളരെ കൗതുകരമായ ഒരു റിപ്പോർട്ട്, കോവിഡ് കാലത്തും ഈ നമ്മുടെ ഒരു അധ്വാനശീലം അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ രംഗങ്ങളിലേക്ക് കടന്ന് വരുമാനമുണ്ട് മാർഗങ്ങൾ കണ്ടെത്താൻ ഉള്ള പോംവഴികൾ അടയുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു ശ്രദ്ധേയമായ റിപ്പോർട്ടും കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. തുണയായത് കേരള കൗമുദി വാർത്ത. MCAക്കാരൻ കാന്താരി തൈ വിറ്റ് 2 മാസം കൊണ്ട് നേടി 1.5 ലക്ഷം എന്ന കോട്ടയത്ത് നിന്ന് രാഹുൽ ചന്ദ്രശേഖരൻ്റെ കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കോവിഡിൽപ്പെട്ട് അടഞ്ഞുകൂടി കഴിയേണ്ടി വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു പുത്തൻ ആവേശം അല്ലെങ്കിൽ ഉണർവ് പകരുന്ന റിപ്പോർട്ടാണ്. 2 മാസം കൊണ്ട് 30,000 കാന്താരി തൈകൾ വിറ്റ് എബിൻ എന്ന 24-കാരൻ നേടിയത് 1.5 ലക്ഷത്തോളം രൂപയാണ്. ഇതിന് നിമിത്തമായത് കേരള കൗമുദി വാർത്തയാണ് എന്ന അവകാശവാദമുണ്ട് കേരള കൗമുദിക്ക്. കാരണം കേരള കൗമുദി ജൂൺ 24-ന് പ്രസിദ്ധീകരിച്ച വാർത്ത കണമലയിൽ കാന്താരി വിപ്ലവം 50 സെൻറ്റിൽ നേടാം, മാസം 30,000 രൂപ എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അതാണ് എബിൻ എന്ന ഈ ചെറുപ്പക്കാരന് ആവേശമായി മാറിയത് എന്നാണ് കേരള കൗമുദിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് ഉൾപേജുകളിലേക്ക് പോയാൽ കേരള കൗമുദി നൽകിയിരിക്കുന്ന ആശുപത്രിയിൽ പരിശോധിച്ചു, കുഴപ്പമില്ല, കള്ളപ്പണം ചോദ്യം ചെയ്യലിനിടെ ബിനീഷിന് ദേഹാസ്വാസ്ഥ്യം, സ്ത്രീവിരുദ്ധ പരാമർശവുമായി മുല്ലപ്പള്ളി, പിന്നാലെ ഖേദപ്രകടനം എന്നിങ്ങനെ ഉള്ള വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് കേരള കൗമുദിയുടെയും ഉൾപേജ് ഇന്നത്തെ മറ്റ് പത്രങ്ങൾ പോലെ തന്നെ. ഇനി നമുക്ക് ദ ഹിന്ദുവിൻ്റെ കൂടി ഒന്നാം പേജ് ഒന്ന് എടുത്തു നോക്കാം. ദ ഹിന്ദു മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത് GST ഇൻഫ്ലോസ് ക്രോസ് 1 lakh crore rupees ഇൻ ഒക്ടോബർ എന്നതാണ്. അതായത് GST ഇനത്തിലെ വരവ് അല്ലെങ്കിൽ വരുമാനം ഒക്ടോബർ മാസത്തിൽ 1 ലക്ഷം കോടി കവിഞ്ഞു അല്ലെങ്കിൽ കടന്നു എന്നതാണ് ദ ഹിന്ദുവിൻ്റെ ഇന്നത്തെ മുഖ്യ വാർത്ത. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പൊതുരംഗത്തെ സംബന്ധിച്ച് ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ് സ്വീപ്പ് സ്റ്റേറ്റ് എന്ന റിപ്പോർട്ടും ഒന്നാം പേജിലുണ്ട് ദ ഹിന്ദുവിൽ. കാരണം ഇപ്പോഴത്തെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നയിക്കുന്ന UDFും BJPയും എല്ലാം പ്രക്ഷോഭരംഗത്ത് അല്ലെങ്കിൽ സമരരംഗത്തുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ് സ്വീപ്പ് സ്റ്റേറ്റ്. അതിനെ പ്രതിരോധിക്കാനായി CPIM ഓർഗനൈസസ് പബ്ലിക് മീറ്റിംഗ്സ് ടു കൗണ്ടർ ദ പ്രൊപ്പഗാൻഡ വാർ എന്ന് ഹൈലൈറ്റായി നൽകിയിട്ടുണ്ട് ഈ വാർത്തയിൽ. വാർത്തയ്ക്കപ്പുറം ഈ ഖണ്ഡം നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു.